ഇന്നേ ഒരു ഇഞ്ചി ഉപ്പിലിടായാലോ? നിങ്ങൾ ഇഞ്ചി ഉപ്പിലിട്ട് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ചിലർ കഴിച്ചിട്ടുണ്ടായിരിക്കാം. കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. കഴിക്കാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി ചെത്തി നല്ലവണ്ണം തുടച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഉപ്പിലിട് ഉണ്ടാക്കാനായിട്ട് പോകണേ. നല്ല നീളത്തിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇഞ്ചി ഉപ്പിലിട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീളത്തിന് വേണം ഇഞ്ചി അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഈ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇച്ചിരി കനം കൂടിയെന്നും പറഞ്ഞ് കുഴപ്പമില്ല, എന്നാൽ ഒരുപാട് കനം കൂടരുത്. ഈ നീളത്തിന് വേണം ഇഞ്ചി അരിഞ്ഞ് എടുക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ വേണം ഇഞ്ചി അരിഞ്ഞ് എടുക്കാൻ. കനം കുറച്ചിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അരിയാൻ പറ്റുന്നത് അതനുസരിച്ച് ഇഞ്ചി അരിഞ്ഞെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇഞ്ചി ഉപ്പിലിട്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മാങ്ങ, നാരങ്ങ, പിന്നെ എന്തെല്ലാം ഉപ്പിലിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ, പൈനാപ്പിള്, ക്യാരറ്റ്, ഇതെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഉപ്പിലിട് കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡലിക്കുട്ടവും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലൊരു ഇലയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഇഞ്ചി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വെള്ളം തിളയ്ക്കുമ്പോൾ ഇതൊന്ന് വാടി വരും. അപ്പോൾ ഇതൊന്നെല്ലാം ഇതിൽ എടുത്ത് നമുക്ക് വയ്ക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി ഉപ്പിലിട. പൈനാപ്പിള് അതൊക്കെ വേറെ ഒരു രീതിയാണ്. ഇത് അതിനെക്കാട്ടിയും ടേസ്റ്റാണ് ഇഞ്ചി ഉപ്പിലിട് കഴിക്കാനായിട്ട്. നമുക്ക് വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, ഇഞ്ചിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അതൊന്ന് വാടി വരട്ടെ. ആ സമയം കുറച്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുണ്ടെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു കുറച്ച് ഭാഗം ഒന്ന് അരിഞ്ഞെടുക്കാം, കാരണം ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ്ടോ, ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. ചുണ്ട് മാത്രം അരിഞ്ഞാൽ മതി. അതിൻ്റെ വാൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. വാലിരുന്നു എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം അരിഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ മാങ്ങ ഉപ്പിടുമ്പോൾ മുളക് അരിയുന്നത് പോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പിൽ വച്ചിരുന്ന ഇഞ്ചിയും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇതാണ്ടോ, ഇത്രയും ഒന്ന് ആവി ഒന്ന് കയറിയാൽ മതി. ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇത് അവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം. ഞാനൊരു 1.25 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ വിനാഗിരി കൂടെ ഒന്ന് ഒഴിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണോ, ആവശ്യത്തിന് പുളിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.25 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ഒന്നിടാം. ഞാൻ കല്ലുപ്പാണ്, പരലുപ്പുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനിടാം. ഉപ്പ് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ, അളവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എത്രയാണോ വെള്ളം എടുക്കുന്നത് അതനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഈ വെള്ളവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് വെട്ടി തിളയ്ക്കണം, കാരണം ഉപ്പെല്ലാം അലിഞ്ഞ് ചേരണം. വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി ഇതൊന്ന് തണുക്കട്ടെ. ആ സമയം ഒരല്പം കായപ്പൊടി കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് കലക്കാം. വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാനിതിൽ ചേർക്കുന്നില്ല. ആവശ്യമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അതൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു കുപ്പിയിലോട്ട് നമുക്ക് ഈ വെള്ളം ഒന്നൊഴിക്കാം. ഒരു 3/4 കുപ്പി വെള്ളം ഉണ്ട്, കണ്ടോ. അതവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇതിനകത്തോട്ട് ഒന്ന് പറക്കിയിടാം. ഇതാണ്ടോ, വാലി പിടിച്ചാൽ മുളകങ്ങ് ഇട്ടാൽ മതി. ഇഞ്ചിയും എല്ലാം ഇതിനകത്ത് നല്ലവണ്ണം നിറച്ച് വയ്ക്കാം. നിറച്ചിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ടൈറ്റായിട്ടിരിക്കുന്നതിനും കുഴപ്പമില്ല. എല്ലായിടവും നല്ല ഉപ്പും ആ വിനാഗിരി ആ ടേസ്റ്റ് എല്ലാം അതിൽ പിടിച്ചോളും. നിറച്ച് വയ്ക്കാം. വലിയ കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിടാം. ഞാനിപ്പോൾ ഒരു ചെറിയ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്, കാരണം ഇഞ്ചിയൊക്കെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 100 ഗ്രാമോളം ഇഞ്ചിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെല്ലാം ഒന്ന് അതിനകത്തോട്ട് നമുക്ക് ടൈറ്റായിട്ട് വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടേ ഇത് എടുക്കാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പൊന്നും പിടിക്കത്തില്ല, ഉപ്പും പുളിയും ഒന്നും പിടിക്കത്തില്ല. ഉടനെ ഒന്നും എടുക്കരുത്. മാക്സിമം 5 ദിവസം കഴിഞ്ഞിട്ടേ ഇത് എടുക്കാവുള്ളൂ. ഇത് നല്ലവണ്ണം ടൈറ്റാക്കി ഒന്ന് അടച്ച് വെച്ചാൽ 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്തു നോക്കണം. അടിപൊളി ഇഞ്ചി ഉപ്പിലിട് നമുക്ക് കിട്ടും. നിങ്ങളിത് ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ വീണ്ടും ഇഞ്ചി കാണുവാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തോന്നും. കാരണം വയറ് സംബന്ധമായ എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചാൽ മതി. അല്ലാതെ നമുക്ക് ചോറിനും കഞ്ഞിക്കുമൊക്കെ ഇത് കൂട്ടി നമുക്ക് കഴിക്കാം. അല്ലാതെ വെറുതെ കഴിക്കുന്നതിനും ഇത് നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു ഗ്യാസിൻ്റെ പ്രശ്നം വരുവാണെങ്കിലും ശരി തന്നെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇഞ്ചി കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒരു ഉപ്പിലിട് ഉണ്ടാക്കണം. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കായപ്പൊടിയും കൂടെ ചേർത്തുകൊണ്ട് ആ കായത്തിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും കൂടെ ഇതിലുണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരല്പം. ഞാനിതിൽ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ
ഇഞ്ചി കിട്ടുവാണെങ്കിൽ ഒരു ഉപ്പിലിട് ഉണ്ടാക്കും. അത് ടൈറ്റായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. കണ്ടോ ടൈറ്റായിട്ട് ഇതാ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഇഞ്ചി ഉപ്പിലിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻസ് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബായ്.